Hello, welcome back to my channel. റീസെന്റ് എനിക്ക് വരുന്ന മെസ്സേജസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അയർലൻഡിൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ അത് റിലേറ്റഡ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് കുറച്ചായി. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും നടക്കുന്നില്ല, വലിയ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നില്ല. അയർലൻഡിൽ തന്നെയുള്ള നഴ്സസിനായാലും ഈവൻ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷെ അവരൊന്നും റിക്രൂട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നാട്ടിൽ ഡിസിഷൻ ലെറ്റർ ഒക്കെ കിട്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. ഇപ്പം വീണ്ടും ഡിസിഷൻ ലെറ്റർ ഒക്കെ പുതുക്കി, അതേപോലെ തന്നെ OITയുടെ വാലിഡിറ്റി ഒക്കെ പുതുക്കി ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വലിയ തോതിൽ ഇന്റർവ്യൂസ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നില്ല. ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ ബഡ്ജറ്റ് ഇഷ്യൂ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ബഡ്ജറ്റ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോസിലൂടെ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. സോ കറന്റ്ലി വേക്കൻസീസ് വളരെ കുറവാണ്. ഇപ്പോൾ KCRന്റെ സൈഡിൽ 2 വേക്കൻസി കിടപ്പുണ്ട്. അത് ഞാൻ ഓൾറെഡി എന്തൊക്കെയാണ് എന്നുള്ളത് വീഡിയോ ഇട്ടിരുന്നു, എൻഡോസ്കോപ്പിയുടെയും യൂറോളജിയുടെയും. ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കുറച്ചുകൂടെ അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കുറച്ച് 2 years എക്സ്പീരിയൻസ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ബോൺ സെക്യൂർസ് ഹോസ്പിറ്റൽ ലിമറിക്കിലേക്കാണ് ആ വേക്കൻസി. അത് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതിയ ഹോസ്പിറ്റലാണ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്യാം. ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തായാലും KCRന്റെ സൈറ്റിൽ കിടക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ സ്ഥിരം ഡിസ്ക്ലൈമർ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ. യാതൊന്നിനും ഞാനോ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഇത് KCRന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന എൻഡോസ്കോപ്പി നഴ്സ് ലിമറിക് അയർലൻഡ് വേക്കൻസിയാണ്. ഇത് നേരത്തെ വന്നത് അവർ റീപോസ്റ്റ് ചെയ്തതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് KCR ആർ കറൻ്റ്ലി റിക്രൂട്ടിംഗ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് നഴ്സസ് എൻഡോസ്കോപ്പിക് ലിമറിക് അയർലൻഡ്. സ്റ്റാർട്ട് ഡേറ്റ്സ് ഇൻ September 2025. ഫോർ ഫർദർ ഇൻഫോർമേഷൻ ആൻഡ് അപ്ലൈ പ്ലീസ് ഇമെയിൽ യുവർ CV ആൻഡ് NMBA രജിസ്ട്രേഷൻ ടു megan.geddes@kcr.ie. ഇത് ലിമറിക്കിലുള്ള ബോൺ സെക്യൂർസ് ഹോസ്പിറ്റലിലേക്കുള്ള വേക്കൻസിയാണ്. Essential criteria: NMBA PIN or registration in process and valid OET or IELTS where required. Preferably have a minimum of 2 years post-registration experience. Endoscopy experience essential. സ്കിൽസും സാലറിയും KCRന്റെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സാലറി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ megan.geddes@kcr.ie നിങ്ങൾ നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. സോ നിങ്ങൾക്കത് സ്ട്രെയിറ്റ് ജിമെയിലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അപ്ലൈ ഫോർ ദിസ് റോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നെയിം കൊടുക്കാം, ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, CV അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അപ്ലോഡ് യുവർ IELTS ഓർ OET സർട്ടിഫിക്കറ്റ്, കൺട്രി ഓഫ് ട്രെയിനിങ്, പിന്നെ അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ KCRന്റെ സൈറ്റിലുള്ളതാണ് യൂറോളജി വേക്കൻസി. യൂറോളജി നഴ്സ് കാത്തഡറൈസേഷൻ. സാലറി കാണിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂറോളജി എക്സ്പീരിയൻസ് ഫോർ ദ ന്യൂ ബോൺ സെക്യൂർസ് ഹോസ്പിറ്റൽ ഇൻ ലിമറിക് അയർലൻഡ്. പ്ലീസ് ഇമെയിൽ യുവർ CV ആൻഡ് NMBA സ്റ്റാറ്റസ് ടു megan.geddes@kcr.ie. എസെൻഷ്യൽ ക്രൈറ്റീരിയ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കാത്തഡറൈസേഷൻ. മെയിൽ ആൻഡ് ഫീമെയിൽ മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് കംപ്ലീറ്റഡ് റിക്വയർഡ് 1 to 2 years യൂറോളജി ഓർ ഇൻ ആൻ അക്യൂട്ട് എക്സ്പീരിയൻസ് യൂറോഡൈനാമിക് ഹോസ്പിറ്റൽ ഇൻ സെറ്റിംഗ്. ബി രജിസ്റ്റേർഡ് ഓർ എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ ഇൻ ജനറൽ ഡിവിഷൻ ഓഫ് NMBA. സോ നിങ്ങൾക്ക് ഡിസിഷൻ ലെറ്ററിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിൻ നമ്പർ വേണമെന്നില്ല. സ്കിൽസും ബെനഫിറ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മറ്റേത് കാണിച്ചതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. megan.geddes-ന് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അതിൽ കൂടെ മെയിൽ അയക്കാം. അല്ലെങ്കിൽ അപ്ലൈ ഫോർ ദിസ് റോൾ എന്ന് പറഞ്ഞിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ CVയും അതുപോലെ തന്നെ IELTS OET സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലുമൊക്കെ റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.